തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനാൽ ഇപ്പോഴേ ഒരുങ്ങിയാൽ പൂട്ടിയ നിയമത്തെ അക്കൗണ്ട് അടക്കം തുറക്കാമെന്ന മോഹത്തിലാണ് BJP. അതിനായി ആരൊക്കെ മത്സരിക്കണമെന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സാധ്യതാ പട്ടികയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ആദ്യ പരിഗണന കൈവിട്ടുപോയ നിയമമണ്ഡലം തിരിച്ചുപിടിക്കുകയാണ്. കാര്യം എന്താണെന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കുമ്മനം രാജശേഖരൻ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. നിയമമണ്ഡലത്തെക്കുറിച്ച് വേറൊരു വാക്യം ഇല്ല, വേറൊന്ന് പറയാനില്ല. അത് BJPയുടെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഗുജറാത്താണ്. എന്നാൽ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് നിയമം പിടിക്കാനായി RSS കൊണ്ടുവന്ന കുമ്മനത്തിന് ഇത്തവണ നിയമത്ത് ജയസാധ്യതയില്ലെന്ന വിലയിരുത്തലാണ് BJP നേതൃത്വം. ഏറ്റവും ജയസാധ്യതയുള്ള നിയമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. അപ്പോൾ കുമ്മനം രാജശേഖരൻ എവിടെ മത്സരിക്കും? ആറന്മുള സീറ്റിലേക്ക് മാറ്റാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തയ്യാറെടുപ്പ്. മറ്റൊരു ജയസാധ്യത മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരനെ UDF മത്സരിപ്പിച്ചാൽ എതിരാളിയായി സഹോദരി പത്മജ വേണുഗോപാലിനെ ഇറക്കാനാണ് BJPയുടെ പ്ലാൻ. ഇനി K മുരളീധരൻ ഇല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ ആദ്യമായി BJP ടിക്കറ്റിൽ അംഗം കുറിക്കും. ഇനി പത്മജ തൃശ്ശൂരിലാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും BJP നേതൃത്വം ഉത്തരം കണ്ടെത്തിയിട്ടില്ല. കഴക്കൂട്ടമാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ വർഷങ്ങളായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷമുള്ള പുനഃസംഘടനയിൽ V മുരളീധര പക്ഷത്തെ ഒതുക്കിയ സമീപനം സീറ്റ് നിർണയത്തിൽ പിന്തുടരില്ലെങ്കിൽ V മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കും. അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തന്റെ വിശ്വസ്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിനെ കഴക്കൂട്ടത്ത് പരിഗണിക്കും. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ VV രാജേഷിനെയാണ് ഇപ്പോൾ നേതൃത്വം പരിഗണിക്കുന്നത്. കാട്ടാക്കടയിൽ മാറ്റമില്ല. PK കൃഷ്ണദാസിന് മാത്രമാണ് ആദ്യ പരിഗണന. മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കഴിഞ്ഞ തവണത്തെ പോലെ കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരുമിച്ച് മത്സരിക്കുമോ? ഇല്ലെന്ന് മാത്രമല്ല, K സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല മണ്ഡലത്തിലാണ്. അടുത്തത് ചെങ്ങന്നൂർ മണ്ഡലമാണ്. ചെങ്ങന്നൂർ സീറ്റിൽ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയ PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് ആലോചന എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിച്ച ശോഭാ സുരേന്ദ്രനായി BJP നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് എവിടെയാണെന്നോ തൃശ്ശൂരിലെ പുതുക്കാട് സീറ്റാണ്. സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് ജയിച്ചപ്പോൾ പുതുക്കാടടക്കം 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് BJPക്കായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ കായംകുളം കേന്ദ്രീകരിച്ചും ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇത്തവണ തിരുവല്ല സീറ്റിലാകും മത്സരിക്കുക. PC ജോർജിന് തട്ടകമായ പൂഞ്ഞാർ നൽകും. മകനും വൈസ് പ്രസിഡന്റുമായ ഷോൺ ജോർജിന് പാലാ നൽകാനാണ് BJP നേതൃത്വം ആലോചിക്കുന്നത്. MT രമേശിന് കോഴിക്കോട് നോർത്തിന് മാറ്റമുണ്ടാകില്ല. 2021 ധർമ്മടത്ത് മത്സരിച്ച CK പത്മനാഭന് കണ്ണൂർ സീറ്റ് നൽകാനാണ് നിലവിലെ നേതൃത്വത്തിന്റെ ആലോചന. NDA ഘടകകക്ഷികളിൽ പ്രധാനപ്പെട്ട നേതാവ് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് കായംകുളമാണ് BJP നേതൃത്വം ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്. BJPയിലെ ന്യൂനപക്ഷ മോർച്ച നേതാക്കളായ ജിജി ജോസഫിനെ എറണാകുളത്തും നോബൽ മാത്യുവിനെ കാഞ്ഞിരപ്പള്ളിയിലും മത്സരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. ഇനി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ലക്ഷ്യം എന്താണെന്ന് അമിത്ഷാ പറഞ്ഞത് ഓർമ്മയുണ്ടോ? अब सपना सच करने का समय आ गया है। 24 में 20% वोट दिया, अब बारी है भाजपा की सरकार बनाने की बारी है. 2026 കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകുന്നു. 40 സീറ്റിൽ മാത്രമേ സീരിയസ് മത്സരത്തിന് സാധ്യതയുള്ളൂ. അതിൽ തന്നെ 20-ൽ താഴെ സീറ്റിൽ മാത്രമേ ത്രികോണ മത്സരത്തിന് ചിത്രം നൽകാൻ പാർട്ടിക്ക് കഴിയുന്നുമുള്ളൂ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.